ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേസ് കുഞ്ഞു ഹീറോ. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തക്കാളി ചോറ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത്. സവോള, വലിയൊരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പാണ് വേണ്ടത്. ഞാൻ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഉപ്പ് കടല ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ കാണുന്നത് പാക്കറ്റിലുള്ള സാധനം എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് ബേ ലീഫാണ്. പാക്കറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ പെരിഞ്ചീരകം, എനിക്ക് പേര് കിട്ടുന്നില്ല, അത് തന്നെ. പിന്നെ ഉലുവ, അതുപോലെ തന്നെ കപ്പളമുളക്, പച്ചമുളക്, അതുപോലെ തന്നെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ചൂടായ ഉടനെ നമുക്ക് എന്താ പറയുക, കടുക് ഇടാം. കടുക് പൊട്ടിച്ചിട്ട് ഉഴുന്ന് പരിപ്പ് ഇടാം. കരിയുമ്പോഴേക്കും ഇടണേ, എൻ്റെ ഒരുവിധം കരിഞ്ഞു പോയിട്ടുണ്ട്. ഇതാ ഇത്രയോളം പെരിഞ്ചീരകം ഇടാം. 2 വറ്റൽമുളക് ഇടാം. ഇതാ പട്ടയും ഏലക്കയും ഇടാം. ഒക്കെ സൂക്ഷിച്ചിടണേ. അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ് ഇടാം. കടലപ്പരിപ്പല്ല, ഉപ്പ് കടലയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത് ഇടാം. അത് കഴിഞ്ഞിട്ട് സവാള ഇടാം. സവാള ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടാം. പച്ചമുളക് ഇടാം. വേലയിട്ട് ഇപ്പം കിടക്കട്ടെ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഒരു കൈ കൊണ്ട് ഇളക്കുകയോ ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചട്ടി നേരെ കാണുന്നുണ്ടാവില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചു. പിന്നെ ചോറ് നേരത്തെ വേവിച്ച് വെക്കണം കേട്ടോ ഇതിലിടാനുള്ളത്. മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഇടാം. അപ്പം ഞാനിതിൽ ഇടാൻ പോണ ചോറ് തലേന്നത്തെ ചോറാണ് കേട്ടോ. തലേന്നത്തെ ചോറ് ചൂടാക്കിയിട്ട് ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് വേസ്റ്റ് ആവത്തുമില്ല. ഇതിലിട്ടാൽ ബിരിയാണിനെക്കാട്ടിലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഗരം മസാലേൻ്റെ പൊടി ഒരു തുണ്ട് ഇടുന്നുണ്ട്. ഒരു മസാല എണ്ണയിൽ പൊട്ടിച്ചിട്ടുണ്ട്, മസാല പട്ട, എന്നാലും ഒരു തുണ്ട് ഇട്ടിട്ടുണ്ട് ഒരു മണത്തിന്. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടാം. തക്കാളിയാണ് കൂടുതൽ വേണ്ടത്. നോക്കുമ്പോൾ തക്കാളി അതിലും കുറവ് പോലെ തോന്നുന്നുണ്ട്. തക്കാളി നന്നായി വേവട്ടെ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ തക്കാളിയൊക്കെ ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ചോറ് എടുത്ത് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പുതിയ ചോറ് ഇടുകയാണെങ്കിൽ അത് ഇടാം. ഇതെൻ്റെ കയ്യിൽ പൊന്നിയരിൻ്റെ ചോറാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് കേടും വന്നിട്ടില്ല. അപ്പോൾ അത് ഇന്നലെ ഇവിടെയൊക്കെ ബീഫു ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി ഭക്ഷണം കഴിക്കാനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ചോറ് കുറച്ച് ബാക്കിയായി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളത് ചോറ് കളയാൻ മടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ചോറും ഇട്ട് മിക്സാക്കി ഇനി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇതാണ് ടൊമാറ്റോ റൈസ്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി. നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് വെയിലത്ത് വെച്ചാലും കാണുന്നില്ല. ആവി പറക്കണ ടൊമാറ്റോ റൈസാണ്.